ഖുർആൻ എന്ന ദൈവത്തിൻ്റെ പുസ്തകത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതിലാദ്യം നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇസ്ലാമിൻ്റെ ആ കഥയുടെ രത്നച്ചുരുക്കം. ആ കഥയുടെ രത്നച്ചുരുക്കം വിശദീകരിക്കുന്നിടത്ത് തന്നെ ഖുർആനിൽ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കഥ പറഞ്ഞുകൊണ്ടാണ് ഖുർആനിൽ ഈ മൊത്തം കഥകളും പറഞ്ഞു തുടങ്ങുന്നത്. ഖുർആനിലെ ക്രമമല്ല ഞാൻ പറയുന്നത്, ഖുർആൻ പറയുന്ന കഥയുടെ ഒരു ക്രമം. ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ സിംഹാസനം അന്ന് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ ഒരു ഏടിൽ എല്ലാ കാര്യങ്ങളും അവൻ എഴുതി. അതിനുശേഷം അവൻ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് കഥ ഖുർആനിലും ഖുർആനെ വിശദീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഹദീസുകളിലും പറഞ്ഞു തുടങ്ങുന്നത്. ആ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ വാചകത്തിൽ തന്നെ അതിഭീകരമായ വൈരുദ്ധ്യമുണ്ട്. ആദിയിൽ അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സിംഹാസനം അതിനു മുമ്പ് വെള്ളത്തിനു മുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് മൊത്തം വെള്ളത്തിലായി. കാരണം അള്ളാഹു മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിൽ സിംഹാസനമുണ്ട്, സിംഹാസനത്തിലിരുന്ന് എഴുതാൻ വേണ്ട പേനയുണ്ട്, എഴുതാൻ വേണ്ട കടലാസുണ്ട്, മഷിയുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. അപ്പോൾ അള്ളാഹു മാത്രമുള്ള ഒരവസ്ഥ അവിടെ കാണാനില്ല. ശൂന്യതയിൽ നിന്ന് അള്ളാഹു പ്രപഞ്ചമുണ്ടാക്കി അല്ലെങ്കിൽ ആകാശഭൂമികൾ ഉണ്ടാക്കി എന്നൊരു കഥ അവിടെ കാണാനില്ല. അവിടെ അനന്തമായ വെള്ളത്തിൽ കസേരയിട്ടിരിക്കുകയും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പേനയും കടലാസും എടുത്ത് പ്ലാനും എസ്റ്റിമേറ്റും എഴുതുകയും അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് ആകാശം ഉണ്ടാക്കുകയും പിന്നെ ഭൂമി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്ന കഥയേ ഉള്ളൂ. അപ്പോൾ ആദിയിൽ അള്ളാഹു മാത്രമല്ല ഉണ്ടായിരുന്നത് എന്ന വസ്തുത വെളിപ്പെടുത്തുകയും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന നുണ പറയുകയും ചെയ്യുന്ന ഒരേ വാചകത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. വൈരുദ്ധ്യം നമ്പർ 1. ഇനി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് ഈ സൃഷ്ടിക്കഥ പറയുന്നിടത്ത് പല വിധത്തിൽ പലയിടത്ത് പറയുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. 11-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം. അതിൽ പറയുന്നത് വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ വകാന അർശുഹു അലൽ മാഇ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അതിനു മുമ്പ് അവൻ്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലായിരുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സൃഷ്ടി നടത്തിയത് എന്തിനാണ്? സൃഷ്ടി നടത്തിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവിടെ പറയുന്നത്. നമ്മളിൽ ആര് നന്നാകുമെന്നും ആര് ചീത്തയാകുമെന്നും ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുമെന്നും ആര് ദുഷ്കർമ്മങ്ങൾ ചെയ്യുമെന്നും നമ്മളെ പരീക്ഷിച്ച് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഏത് സൃഷ്ടി? ആകാശഭൂമികളുടെ സൃഷ്ടി. പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ പരീക്ഷിക്കാനാണ് എന്നാണ്. എന്തിനാണ് പരീക്ഷിക്കുന്നത്? അള്ളാഹുവിന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മളിൽ അള്ളാഹു സൃഷ്ടിച്ച് പറഞ്ഞയച്ച ഈ മനുഷ്യവർഗത്തിൽ എത്ര പേര് സൽക്കർമ്മങ്ങൾ ചെയ്യും, എത്ര പേര് ദുഷ്കർമ്മങ്ങൾ ചെയ്യും എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അള്ളാഹു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്തെ 2-ാമത്തെ വൈരുദ്ധ്യം, സർവജ്ഞാനിയായ അള്ളാഹു അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പരീക്ഷണത്തിനൊരുങ്ങുന്നു എന്ന് പറയുന്നിടത്താണ്. എല്ലാം മുൻകൂട്ടി അറിയുകയും എല്ലാം മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്തു എന്ന് പലയിടത്തും പറയുന്ന അള്ളാഹു തന്നെയാണ് ഇവിടെ പരീക്ഷിച്ചറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. തൻ്റെ സൃഷ്ടികളിൽ, തൻ്റെ പരീക്ഷണ മൃഗങ്ങളിൽ ഇന്ന മൃഗങ്ങളിൽ ഇന്ന കാര്യങ്ങളാണ് ഈ പരീക്ഷണത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി പരീക്ഷിക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാം മുൻകൂട്ടി അറിയുന്ന, എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച സർവജ്ഞാനിയായ അള്ളാഹു.
അതാണ് രണ്ടാമത്തെ വൈരുദ്ധ്യം. ഇനി മൂന്നാമത്തെ വൈരുദ്ധ്യം, അള്ളാഹു എന്ന് പറയുന്ന ദൈവം എല്ലാം തികഞ്ഞിരിക്കുന്ന സർവസമ്പൂർണനാണ്, ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത പരിപൂർണനാണ്, ആരുടെയും സഹായം ആവശ്യമില്ലാത്ത എല്ലാം തികഞ്ഞ സമ്പൂർണനാണ്. അങ്ങനത്തെ സമദ് ആയിട്ടുള്ള അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു സൃഷ്ടി നടത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം തികഞ്ഞിട്ടില്ല, അള്ളാഹുവിന് ഇനിയും എന്തൊക്കെയോ തികയാനുണ്ട് എന്ന വൈരുദ്ധ്യം കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എല്ലാം തികഞ്ഞ ഒരാൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, അതും ഉദ്ദേശത്തോടു കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെറുതെ ചെയ്തതല്ല, ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ലക്ഷ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല, അയാൾക്ക് ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ അറിയാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അയാൾ പൂർണ്ണനല്ല, അയാൾ അപൂർണനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സാമാന്യ യുക്തിക്ക് മുമ്പിൽ പൂർണ്ണതയും സൃഷ്ടിയും തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുക, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുക, ഒരു പ്രോജക്റ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇനിയും എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിനകത്തുള്ള മറ്റൊരു വൈരുദ്ധ്യം. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു വെള്ളത്തിലിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് വെള്ളത്തിലിരിക്കുന്ന അള്ളാഹു തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു നുണയാണ്, വൈരുദ്ധ്യമാണ്. ഇനി ആകാശം ഭൂമി സൃഷ്ടിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനാണ് ആദ്യം സൃഷ്ടിച്ചത്? അവിടെയും ഉണ്ട് വൈരുദ്ധ്യം. ഖുർആനിൽ പലയിടത്തും പറയുന്നത് ആദ്യം സൃഷ്ടിച്ചത് ഭൂമിയും പിന്നെ ആകാശവുമാണ് എന്നാണ്. വേറെ കുറേ സ്ഥലത്ത് പറയുന്നത് ആദ്യം സൃഷ്ടിച്ചത് ആകാശവും പിന്നെ ഭൂമിയുമാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടി ആകാശമാണോ ഭൂമിയാണോ എന്ന് ഖുർആനോട് ചോദിച്ചാൽ ഖുർആൻ രണ്ടും മാറി മാറി പറയുന്നുണ്ട്, പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നുണ്ട്. ഇതാ ഈ ആയത്തിൽ 79-ാം അധ്യായത്തിലെ 30-ാമത്തെ ആയത്തിൽ പറയുന്നത്, അതുവരെ ആകാശത്തിൻ്റെ കാര്യം വിശദമായി പറഞ്ഞതിന് ശേഷം പറയുന്നത് വ അർള ബഅദ ദാലിക ദഹാഹ എന്നാണ്. അതിനുശേഷം അവൻ ഭൂമിയെ പരത്തി നേരെയാക്കി എന്നാണ്. ആകാശത്തെ ആദ്യം ഉണ്ടാക്കി എന്നിട്ട് ഭൂമിയെ പരത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 2-ാം അധ്യായത്തിലെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മസ്തവാ ഇലസ്സമാഇ എന്നാണ്. അർളിനെ വല്ലം വേണ്ട മാതിരിയൊക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നെ അവൻ ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആകാശത്തിൻ്റെ സൃഷ്ടിയാണ് ഇവിടെ വിവരിക്കുന്നത്. അവിടെയും ഭൂമി ഉണ്ടാക്കി പിന്നെ ആകാശം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇനി 41:11 പറയുന്നു, അതിൻ്റെ ഉപരിഭാഗത്ത്, ഭൂമിയുടെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് അത് ചെയ്തത്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ. 41:10. ഇനി 41:11 പറയുന്നു, അതിനുശേഷം അവൻ ആകാശത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ അനുസരണപൂർവമോ നിർബന്ധിതമായോ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങളിതാ അനുസരണയുള്ളവരായി വന്നിരിക്കുന്നു. ഇവിടെ 4 ദിവസം കൊണ്ട് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തി എന്ന് പറയുന്നു. അതിനുശേഷം ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ ഭൂമി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ആകാശത്തിൻ്റെ നേരെ തിരിയുന്നത്. നേരത്തെ ആകാശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഭൂമി ശരിയാക്കാൻ വരുന്നത്. ഇവിടെ ഭൂമി ശരിയാക്കിയതിന് ശേഷമാണ് ആകാശത്തിൻ്റെ നേരെ തിരിയുന്നത്. ഇനി അള്ളാഹുവിൻ്റെ സർവശക്തിയെക്കുറിച്ചാണ് പറയും. അള്ളാഹു സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർവശക്തനാണ് എന്ന് ഖുർആനിൽ 2-3 സ്ഥലത്ത്, 3 അതിലധികം സ്ഥലത്തോ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ സർവശക്തിയുടെ സ്വഭാവം? അതാണ് ഇവിടെ കാണിക്കുന്നത്. 2-ാം അധ്യായത്തിലെ 117-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. അപ്പോൾ മൂപ്പരൊരു മോഡൽ നോക്കിയിട്ടല്ല, വളരെ മൗലികമായിട്ട് ജെന്യൂനായിട്ടാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു.
അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടി നടത്തുക? അള്ളാഹു എന്താണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതിനോട്, അതുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനോട് ഉണ്ടാവുക എന്നങ്ങോട്ട് പറയും, അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാവും. അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടി നടത്തുക. അത്രമാത്രം സർവശക്തനാണ് അള്ളാഹു. അള്ളാഹുവിന് വേറെ ഒരാളുടെയും ഒരു സഹായവും ആവശ്യമില്ല. ഒരു വസ്തുവിനെയും ഒരു ഉപകരണത്തെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന് ഇതിന് സമയവും ആവശ്യമില്ല. കുന്നാണ്ട് പറയാൻ വേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്തും അപ്പോൾ ടപ്പ് എന്നങ്ങോട്ട് ഉണ്ടാവും. അത്രയും ശക്തിയുള്ള അള്ളാഹു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 2-ാം അധ്യായത്തിൽ 117-ാം വാക്യത്തിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കാര്യം പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ ഈ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടാക്കാൻ തന്നെ അള്ളാഹുവിന് കുൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത് അത് പറയുന്നത് വേറൊരു കാര്യം പറയുമ്പോഴാണ്. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് ഉണ്ടാകാവുന്നതല്ല. അവൻ എത്ര പരിശുദ്ധൻ! അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. ഈ 19-ാം അധ്യായത്തിലെ 35-ാം വാക്യത്തിൽ അള്ളാഹുവിന് സന്താനങ്ങളുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ മക്കക്കാരുമായിട്ട് അള്ളാഹു തർക്കിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് മക്കളുണ്ടാവേണ്ട യാതൊരു ആവശ്യവുമില്ല. അള്ളാഹുവിന് ഒരു കാര്യത്തിനും മക്കളുടെ സഹായം ആവശ്യമില്ല. അള്ളാഹു ഒരു കാര്യം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ, അതിനിപ്പോൾ മക്കളുണ്ടാവണം എന്ന് വിചാരിച്ചാലും ശരി, വേറെ എന്തുണ്ടാവണം എന്ന് വിചാരിച്ചാലും ശരി, കുന്നങ്ങോട്ട് പറഞ്ഞാൽ മതി, അപ്പം അങ്ങോട്ട് ഉണ്ടാവും. അങ്ങനത്തെ അള്ളാഹുവിന് എന്തിനാണ് മക്കൾ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. 3-ാം അധ്യായത്തിലെ 47-ാം വാക്യങ്ങളിൽ പറയുന്നത് കന്യാമറിയത്തിന് എങ്ങനെയാണ് ഗർഭമുണ്ടായത് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ്. മറിയം പറഞ്ഞു, രക്ഷിതാവേ, എനിക്കെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോടുണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. അപ്പോൾ മറിയം അള്ളാഹുവിനോട് എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവുക? എന്നെ ആരും തൊട്ടിട്ടില്ലല്ലോ, ഞാൻ കന്യകയാണല്ലോ എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഈ ശക്തിയെക്കുറിച്ച് പറയുന്നത്. നിനക്ക് കുട്ടി ഉണ്ടാവണമെങ്കിൽ ഞാൻ കുന്നാണ് പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ കുൻ പറഞ്ഞിട്ടല്ല മറിയമിന് ഗർഭം ഉണ്ടായത്. ഖുർആനിൽ തന്നെ പറയുന്നത് അള്ളാഹു ഊതിയിട്ടാണ് ഗർഭം ഉണ്ടായതെന്ന്. ഇനി കുൻ പറച്ചിലും അതിൻ്റെ കൂടെ ഒരു ഊത്തും കൂടെ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ വൈരുദ്ധ്യമാണ്. കുൻ പോരാ, ഊത്തും വേണം എന്ന് വരും. ഏത് തരം ഊത്താണ് എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കങ്ങളും കോമഡികളും ഉണ്ട്. പിന്നെ അള്ളാഹു നേരിട്ടാണോ ഊതിയത്, അതോ അള്ളാഹു കാര്യസ്ഥനായ ഏജൻറ്റിനെ പറഞ്ഞയച്ചിട്ടാണോ ഊതിയത് എന്നൊക്കെ പറയുന്ന തർക്കങ്ങൾ വേറെയുണ്ട്. അത് എന്തൊക്കെ തന്നെ ആയാലും ശരി, അള്ളാഹുവിൻ്റെ ഈ കുൻ ഫയക്കൂനുമായിട്ട് ആ ഊത്ത് ഒരു നിലക്കും പൊരുത്തപ്പെടില്ല. അള്ളാഹു കന്യകയായ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ കുട്ടി ഉണ്ടാവാൻ ഊതുക, ആ അള്ളാഹു ആ കാര്യം പറയുമ്പോൾ പറയുകയാണ് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുൻ പറഞ്ഞാൽ മതി ഉണ്ടാകും എന്ന് പറയുക. അള്ളാഹു ആകാശം ഭൂമി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറയുക എനിക്ക് കുൻ പറഞ്ഞാൽ മതി, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന് മക്കളുണ്ടോ ഇല്ല എന്നുള്ള തർക്കം നടക്കുന്ന സമയത്ത് അള്ളാഹു വന്നിട്ട് പറയുക എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുൻ പറഞ്ഞാലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതേ അള്ളാഹു കുൻ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയതായിട്ട് ഈ ഖുർആനിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും അത്ഭുതകരമായി പെട്ടെന്ന് ഉണ്ടാക്കിയത് മറിയമിൻ്റെ ഗർഭമാണ്. അവിടെ പോലും കുൻ പറയുകയല്ല, അവിടെ മറിയമിൻ്റെ ഫർജിൽ ഊതുകയാണ് ചെയ്തത്. ഇനി 41-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം നോക്കുക. അവിടെ അള്ളാഹു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കഥയാണ് പറയുന്നത്. അള്ളാഹുവിന് ആകാശവും ഭൂമിയും ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുന്നാണ്ട് പറഞ്ഞാൽ മതി. ആകാശവും ഭൂമിയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാവും. പക്ഷേ അള്ളാഹു കുൻ പറഞ്ഞുണ്ടാക്കുകയല്ല ചെയ്തത്. അള്ളാഹു ഭൂമിയുടെ രൂപമുണ്ടാക്കാൻ തന്നെ 2 ദിവസം വേണ്ടി വന്നു. ഈ അധ്യായത്തിൽ പറയുന്നത്, ഈ വാക്യത്തിൽ പറയുന്നത് അള്ളാഹുവിന് ഭൂമി ഉണ്ടാക്കാൻ 2 ദിവസം വേണ്ടി വന്നു എന്നാണ്. ഏതൊക്കെ ദിവസങ്ങളാണെന്നൊക്കെ നമ്മളെ ജലാലൈനി തഫ്സീറിലും ഇബ്നു അബ്ബാസ് തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൺഡേ ആൻഡ് മൺഡേ, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൊണ്ടാണ് അള്ളാഹു ഭൂമി ഉണ്ടാക്കിയത്. എന്നാൽ ഈ ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് നമ്മളെ ദിവസം പോലെ ഒരു 24 മണിക്കൂർ സമയമാണ് ഈ ഒരു ദിവസം? അല്ല. അള്ളാഹുവിൻ്റെ ഒരു ദിവസം നമ്മളുടെ 1000 കൊല്ലത്തിന് തുല്യമാണ് എന്ന് പറയുന്ന 2 ആയത്തുകൾ ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു ദിവസം 50,000 കൊല്ലത്തിന് തുല്യമാണ് എന്ന് പറയുന്ന വേറെ വാക്യങ്ങളും ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ദിവസത്തിന് എത്രയാണ് നീളം എന്ന കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു പിടുത്തവുമില്ല. അള്ളാഹു ഒരിക്കൽ പറഞ്ഞു 1000, പിന്നെ ഒരിക്കൽ പറഞ്ഞു 50,000. ആ വൈരുദ്ധ്യം അവിടെ നിൽക്കട്ടെ.
ഇവിടെ കുൻ പറഞ്ഞാൽ ആകാശവും ഭൂമിയൊക്കെ അപ്പം തന്നെ ഉണ്ടാകുമെന്ന് നേരത്തെ വീമ്പ് പറഞ്ഞ അള്ളാഹു ഭൂമി എന്ന് പറയുന്ന സാധനം ഉരുട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു കണക്കനുസരിച്ച് 2000 കൊല്ലം എടുത്തു ഭൂമി മാത്രം ഉണ്ടാക്കാൻ. വേറൊരു കണക്കനുസരിച്ച് 1,00,000 കൊല്ലം എടുത്തു ഭൂമി ഉണ്ടാക്കാൻ. 50,000 × 2 1,00,000, 1000 × 2 2000. ഒന്നുകിൽ 2000 കൊല്ലത്തിൻ്റെ അത്ര നീളമുള്ള സമയം കൊണ്ട് അള്ളാഹു ഭൂമി ഉരുട്ടി ഉണ്ടാക്കി, അതല്ലെങ്കിൽ 1,00,000 കൊല്ലത്തിൻ്റെ അത്ര നീളമുള്ള സമയം കൊണ്ട് അള്ളാഹു ഭൂമി ഉരുട്ടി ഉണ്ടാക്കി. രണ്ടായാലും കുൻപറച്ചിലുമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. അള്ളാഹുവിന് ഇത്രയും ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും കൊല്ലങ്ങൾ സമയം എടുത്തിട്ട് ഉരുട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഭൂമി കുന്നണ്ട് പറഞ്ഞാൽ ഭൂമി ആകാശമൊക്കെ അപ്പം തന്നെ ഉണ്ടാവുന്നല്ലേ മൂപ്പര് വീമ്പ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ വീമ്പും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം കാണുന്നില്ല, വൈരുദ്ധ്യം കാണുന്നു എന്നർത്ഥം. അങ്ങനെ 2 ദിവസം കൊണ്ട് ഭൂമി ഉരുട്ടിയുണ്ടാക്കിയ അള്ളാഹു 2000 കൊല്ലം അല്ലെങ്കിൽ 1,00,000 കൊല്ലം കൊണ്ട് ഭൂമി ഉരുട്ടിയുണ്ടാക്കിയ അള്ളാഹുവിന് ആ ഭൂമിയിൽ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനും ജന്തുക്കളെ ഉണ്ടാക്കാനും മലകൾ കൊണ്ട് ആണിയടിക്കാനും പരത്താനും സൗകര്യപ്പെടുത്താനും ഒക്കെ കൂടിയായിട്ട് എത്ര ദിവസം എടുത്തു എന്നാണ് പറയുന്നത്? 41-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു 4 ദിവസം കൊണ്ട്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ. അപ്പോൾ ഭൂമി ഉണ്ടാക്കാൻ ആദ്യം 2 ദിവസമെടുത്തു. പിന്നെ ഭൂമിയിൽ ഈ ഏർപ്പാടുകളൊക്കെ ചെയ്ത് ഭൂമി വിഭവങ്ങൾ ഒരുക്കി ശരിയാക്കാൻ 4 ദിവസം എടുത്തു. അപ്പോൾ മൊത്തം ഭൂമിയുടെ കാര്യം ശരിപ്പെടുത്താൻ മാത്രം 6 ദിവസം എടുത്തു കഴിഞ്ഞു. ആകാശവും ഭൂമിയൊക്കെ പാടുണ്ടാക്കാൻ അള്ളാഹുവിന് 6 ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ എന്ന് ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭൂമി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 41:11 അടുത്ത വാക്യം, അതിനുശേഷം അവൻ ആകാശത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു, അത് ഒരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, അനുസരണയോടെയോ നിർബന്ധമായ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങളിതാ അനുസരണയുള്ളവരായി വന്നിരിക്കുന്നു. അപ്പോൾ 6 ദിവസം എടുത്തിട്ട് ഭൂമി പരത്തിയതിന് ശേഷം ആകാശത്തിൻ്റെ നേരെ തിരിഞ്ഞ് ആകാശം ശരിപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എത്ര വർഷം നീണ്ട സമയമെടുത്തു ഭൂമി മാത്രം ശരിപ്പെടുത്താൻ? ഒരു കണക്കനുസരിച്ച് 6000 കൊല്ലമെടുത്തു, വേറൊരു കണക്കനുസരിച്ച് 3,00,000 കൊല്ലമെടുത്തു ഈ ഭൂമി ശരിപ്പെടുത്താൻ. കുന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തുമുണ്ടാകുന്ന ഒരു ദൈവത്തിന് 6000 കൊല്ലമോ അല്ലെങ്കിൽ 3,00,000 കൊല്ലമോ പണിയെടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമെന്ത് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോകും. കഥയിൽ ചോദ്യമില്ല എന്നതുകൊണ്ട് വിശ്വാസി ചോദിക്കുകയില്ല. എങ്കിലും 11-ാം അധ്യായത്തിലെ 7-ാം വാക്യം, 6 ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്രേ, അവൻ്റെ സിംഹാസനം വെള്ളത്തിനു മുകളിലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ. തീർച്ചയായും നിങ്ങൾ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞാൽ അവിശ്വസിച്ചവർ പറയും, ഇത് സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ 6 ദിവസങ്ങളിലാണ് ആകാശവും ഭൂമിയും കൂടെ സൃഷ്ടിച്ചത്. നേരത്തെ ഭൂമി മാത്രം സൃഷ്ടിച്ചതും അത് പരത്തി ശരിയാക്കിയതും കൂടി കൂട്ടിയപ്പോൾ 6 ദിവസം കിട്ടി. ഇനി 22-ാം അധ്യായത്തിലെ 47-ാമത്തെ വാക്യം നോക്കുക. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ഒരു ദിവസത്തിൻ്റെ കണക്ക് പറയുന്നത്. ഇവിടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന 1000 കൊല്ലമാകുന്നു എന്നാണ് 22-ാം അധ്യായത്തിലെ 47-ാം വാക്യത്തിൽ പറയുന്നത്. 32-5-ാമത്തെ വാക്യത്തിലും പറയുന്നു, നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു അള്ളാഹുവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അളവ് എന്ന്. എന്നാൽ 70-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 50,000 കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു എന്ന്. അപ്പോൾ മലക്കും ആത്മാവും ഒക്കെ കയറിപ്പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു ദിവസത്തിന് ഇവിടെ 50,000 അതേ മലക്ക് കയറിപ്പോകുന്ന അല്ലെങ്കിൽ ആയത്തും കൊണ്ട് ഇറങ്ങി വരുന്ന കാര്യം പറയുന്നിടത്ത്, അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു, പിന്നീട് ഒരു ദിവസം കാര്യം അവങ്കിലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾക്ക് കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ആ ദിവസത്തിൻ്റെ അളവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം കൊണ്ട് ജിബ്രീൽ ഇങ്ങോട്ട് ഇറങ്ങാനും അങ്ങോട്ട് പോകാനും ഒക്കെയുള്ള ആ ദിവസങ്ങൾ പറയുന്നിടത്ത് ദിവസത്തിൻ്റെ അളവ് 1000 എന്നാണ് പറഞ്ഞതെങ്കിൽ, അതേ കാര്യം പറയുന്നിടത്ത് ആ ദിവസത്തിൻ്റെ അളവ് 50,000 വർഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് അള്ളാഹിൻ്റെ ഒരു ദിവസത്തിൻ്റെ നീളം എത്രയാണെന്ന് പോലും
മര്യാദക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നർത്ഥം. അങ്ങനെ 6 ദിവസം കൊണ്ട് എന്നും 8 ദിവസം കൊണ്ട് എന്നും കണക്ക് വ്യത്യാസപ്പെടുത്തി പറയുന്നു. ഒരു ദിവസത്തിൻ്റെ നീളം 1000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും വ്യത്യാസപ്പെടുത്തി പറയുന്നു. അങ്ങനെ കുൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാവും എന്ന് പലയിടത്തും വീമ്പ് പറയുന്നു. എന്നിട്ട് 1,00,000, 2,00,000, 3,00,000 കൊല്ലം സമയമെടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് എന്ന് പറയുന്നു. ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി നമുക്ക് അള്ളാഹു എന്തിനാണ് സൃഷ്ടി നടത്തിയത് എന്ന കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കാം. 11-ാം അധ്യായത്തിലെ 7-ാം വാക്യം നമ്മൾ മുമ്പ് 2 പ്രാവശ്യം വായിച്ചു. അതിൽ പറഞ്ഞത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയും ആകാശവും ഉണ്ടാക്കിയത് എന്നും മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നും. അപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും അള്ളാഹുവിന് പരീക്ഷണം നടത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. പരീക്ഷണത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് പ്രപഞ്ചവും മനുഷ്യനും എന്നാണ് അള്ളാഹുവിൻ്റെ ഒരു വാദം. എന്നാൽ മറ്റൊരു വാക്യത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു തന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ഒരു മനുഷ്യൻ പോലും അല്ലെങ്കിൽ ഒരു ജിന്ന് പോലും അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം അവിടെ തെറ്റിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സർവശക്തി അവിടെ പൊളിഞ്ഞുപോയി. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി മാത്രമാണ്? തനിക്ക് അടിമവേല ചെയ്യാനും തന്നെ ആരാധിക്കാനും വേണ്ടി മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളതും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതും. പക്ഷേ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല, ആരാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന സ്വയം അള്ളാഹുവിൻ്റെ സിഫത്തിന് എതിരാണ്. അള്ളാഹു സർവശക്തനാണ്, താൻ ഉദ്ദേശിക്കുന്നത് എന്തും സാധ്യമാകും എന്ന് പറയുന്ന സർവശക്തിക്ക് എതിരാണ് ഈ പ്രസ്താവന. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? ആരൊക്കെ തന്നെ അടിമവേല ചെയ്ത് ആരാധിക്കും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് തന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അത് രണ്ടും തമ്മിലും പൊരുത്തപ്പെടില്ല. ഇതിനു വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യരും അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അപ്പുറത്ത് ആദ്യം പറഞ്ഞത് ആര് ചെയ്യുമെന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നാണ്. അതും ഇതും തമ്മിൽ പൊരുത്തപ്പെടില്ല. ഇനി അടുത്ത പർപ്പസ് എന്താ പറയുന്നത് നോക്ക്. ഇവിടെ പറയുന്നത് വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോ ആൾക്കും തൻ്റെ സന്മാർഗം നാം നൽകുമായിരുന്നു. എന്നാൽ ജിന്നുകൾ, മനുഷ്യർ എന്നീ 2 വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ ആരാധിക്കാനോ അള്ളാഹുവിന് പരീക്ഷണം നടത്താനോ ഒന്നുമല്ല, നരകം നിറയ്ക്കാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നരകം നിറക്കാൻ അള്ളാഹു നരകത്തിനൊരു വാക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് നിറക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോരുത്തർക്കും തന്നെ സന്മാർഗം നൽകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നരകം നിറക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുകയും മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതാണ്. മറിച്ചായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല, എൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരീക്ഷണം നടക്കുന്നേ ഇല്ല. അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അനുസരിച്ച് നരകം നിറക്കുന്നു. നരകം നിറക്കാൻ വേണ്ടി അള്ളാഹു ഒരു കാരണം സൃഷ്ടിക്കുന്നു. ആ കാരണം കപടമായി സൃഷ്ടിക്കുന്നു. അതിന് പരീക്ഷണം എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നു. അങ്ങനെ ഒരു കപട പരീക്ഷണത്തിലൂടെ, ഒരു ക്രൂര വിനോദത്തിലൂടെ അള്ളാഹു നരകം നിറയ്ക്കുന്നു. നരകത്തിനോട് അള്ളാഹു നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാമെന്ന്. അപ്പോൾ അള്ളാഹു എന്തിനാണ് സൃഷ്ടി നടത്തിയത്? എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞ അള്ളാഹു ഇവിടെ പറയുന്നത് നരകം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നരകത്തിൽ ആരും പോകുമായിരുന്നില്ല. പക്ഷേ നരകം നിറക്കും എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നരകം നിറക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പരീക്ഷിക്കാനാണെന്ന് പറഞ്ഞു, ആരാധിക്കാനാണെന്ന് പറഞ്ഞു, നരകം നിറയ്ക്കാനാണെന്ന് പറഞ്ഞു.
ഇനി കാരുണ്യം ഒക്കെ പറയുന്ന കോമഡി വേറെ ഉണ്ട്. തൻ്റെ കാരുണ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി നടത്തിയത് എന്ന മട്ടിലും ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞിട്ട് അള്ളാഹു നടത്തിയതാണ് ഈ സൃഷ്ടികർമ്മം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അള്ളാഹു നമ്മളെ എന്ന് ചോദിച്ചാൽ പരസ്പര വിരുദ്ധമായ 5-6 ഉത്തരങ്ങളാണ് അള്ളാഹുവിൻ്റെ ഈ കാറ്റലോഗിൽ നമ്മൾ കാണുന്നത്. വൈരുദ്ധ്യം ഇല്ലാത്ത പുസ്തകം, ഒരു വൈരുദ്ധ്യം പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന പുസ്തകം എന്നും ഈ പുസ്തകത്തിൽ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൽ സൃഷ്ടിക്കഥ പറഞ്ഞു തുടങ്ങുന്നിടത്ത് തന്നെ ഇപ്പോൾ 900 വൈരുദ്ധ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നത് ആയിരക്കണക്കിന് വൈരുദ്ധ്യങ്ങളാണ് ഈ ഖുർആനിൽ. സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്നിടത്ത്, അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും പറയുന്നിടത്ത് പറയുന്നത് അള്ളാഹു സമദ് എന്നാണ്. സമദ് എന്ന് പറഞ്ഞാൽ പരാശ്രയം വേണ്ടാത്തവൻ, ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള പരിപൂർണൻ, ആരുടെയും സഹായം ആവശ്യമില്ലാത്തവൻ, എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തൻ എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ പെർഫെക്റ്റായ സ്വയം പര്യാപ്തനായ ആരെയും ആശ്രയിക്കേണ്ടാത്ത അള്ളാഹുവിൻ്റെ മറ്റൊരു വചനമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 57-ാം അധ്യായത്തിലെ 25-ാം വാക്യം. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അയക്കുകയുണ്ടായി. ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുവാൻ വേണ്ടി അവരോട് ഒപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. ഇരുമ്പും ഇറക്കിക്കൊടുത്തു. അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട്. അള്ളാഹുവിനെയും അവൻ്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അവന് അറിയാൻ വേണ്ടിയുമാണ് ഇതെല്ലാം. അപ്പോൾ സർവജ്ഞാനിയായ അള്ളാഹു അറിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട്. എന്തിനാണ്? ആ ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കി അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും ആരാണ് സഹായിക്കുക എന്ന് അറിയാനുള്ള അള്ളാഹുവിൻ്റെ ആകാംക്ഷ കൊണ്ടാണ് അള്ളാഹു ഇരുമ്പിറക്കി തന്നത്. കൊന്നു പറഞ്ഞാൽ സാധിക്കുന്നതെന്തോ ഉദ്ദേശിക്കുന്നതെന്തോ സാധിക്കുന്ന അള്ളാഹു മനുഷ്യൻ്റെ കയ്യിൽ ഇരുമ്പ് കൊടുത്തിട്ട് വാളുണ്ടാക്കിക്കോടാ, എന്നിട്ട് വെട്ടിക്കോടാ, വെട്ടുമ്പോൾ ഞാനും സഹായിച്ചു തരാം എന്ന് പറയുന്ന കോമഡി ഈ ഖുർആനിലുണ്ട്. സർവശക്തനായ ദൈവത്തിന് വെട്ടും കുത്തുമില്ലാതെ താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല. സർവശക്തനായ ദൈവത്തിന് അന്നത്തെ വാളിൻ്റെയും കുന്തത്തിൻ്റെയും അമ്പിൻ്റെയും വില്ലിൻ്റെയും അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഒരു തോക്ക് പോലും നിർമ്മിച്ചു കൊടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ഇരുമ്പ് ഇറക്കി കൊടുത്തിട്ട് വാളുണ്ടാക്കാൻ സഹായിക്കുകയും പടച്ചട്ട ഉണ്ടാക്കാൻ സഹായിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്ന് ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. അള്ളാഹു ഇരുമ്പുണ്ടാക്കി ഇറക്കി തന്നത് തന്നെ യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ജയിപ്പിച്ച് അള്ളാഹുവിനെ സഹായിക്കുക ആരാണ് എന്ന് പരീക്ഷിച്ചറിയാനാണ്. ഇവിടെ എത്ര വൈരുദ്ധ്യങ്ങളാണ് നോക്കൂ. സഹായം വേണ്ടാത്ത സമദ്, പരാശ്രയം വേണ്ടാത്ത സമദ്, പരിപൂർണനായ സമദ്, ആ പറഞ്ഞ മുഴുവൻ വിശേഷണങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹായത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി അർത്ഥിക്കുകയാണ്. ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കി എന്നെ സഹായിക്കൂ എന്ന് നമ്മളോട് മെസ്സേജ് കൊടുത്തയച്ച് ആവശ്യപ്പെടുകയാണ് ദൈവം, സഹായം വേണ്ടാത്ത ദൈവം. ആ മെസ്സേജ് നമ്മളിൽ എത്തിക്കാൻ മലക്കുകളുടെയും ദൂതന്മാരുടെയും സഹായത്തെ ആശ്രയിക്കുകയാണ് ആശ്രയം വേണ്ടാത്ത ദൈവം. ആ മെസ്സേജ് നമ്മളോട് പറയാൻ ഏതോ ലോകത്തിൻ്റെ മൂലയിലുള്ള പ്രാദേശിക ഭാഷ, മനുഷ്യൻ നിർമ്മിച്ച പ്രാദേശിക ഭാഷയും അത് സംസാരിക്കുന്ന മനുഷ്യൻ്റെ നാക്കും വാക്കും വാടകയ്ക്കെടുത്തിട്ട് അതിനെയൊക്കെ ആശ്രയിക്കുകയാണ് ആശ്രയം വേണ്ടാത്ത ദൈവം. ഇതൊക്കെ നടപ്പിലാക്കാൻ 900 മലക്കുകളെ, റോബോട്ടുകളെ, യന്ത്രങ്ങളെ, ഉപകരണങ്ങളെയൊക്കെ ആശ്രയിക്കുകയാണ് ആശ്രയം വേണ്ടാത്ത ദൈവം. അപ്പോൾ എത്ര വൈരുദ്ധ്യങ്ങളാണ് ഒരു കാര്യം പറയുന്നിടത്ത്. വൈരുദ്ധ്യങ്ങൾ കൊണ്ടുള്ള ഒരു മാല അല്ലെങ്കിൽ ഒരു മാലപ്പടക്കം, അതാണ് ഒരു വാക്യത്തിനകത്ത് തന്നെ നമ്മൾ കാണുന്നത്. സഹായം വേണ്ടാത്തയാൾ സഹായം ചോദിക്കുന്നു, ആശ്രയം വേണ്ടാത്തയാൾ തോട്ടി കെട്ടി ആശ്രയിക്കുന്നു. എന്തെല്ലാം കോമഡികളാണ് ഈ ഖുർആനിൽ നമ്മൾ കാണുന്നത്. ഇനി ഖുർആനിൽ മനുഷ്യന്മാരെ, ഈ പരീക്ഷണ മൃഗങ്ങളായി അയച്ച മനുഷ്യന്മാരെ വഴിപഴപ്പിക്കുന്നത് ആരാണ് എന്ന് പറയുന്നുണ്ട്. വഴിപഴപ്പിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഖുർആനിൽ എത്ര ഉത്തരങ്ങളുണ്ട് എന്ന് നോക്കാം.
16-ാമത്തെ അധ്യായത്തിൽ 93-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ അവൻ ഏക സമുദായമാക്കുമായിരുന്നു. എന്നാൽ താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിതെറ്റിക്കുന്നു, ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അപ്പോൾ ആരാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്? ആരാണ് മനുഷ്യരെ വഴി പഴപ്പിക്കുന്നത്? അള്ളാഹു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആനിൽ 100 കണക്കിന് സ്ഥലത്ത് അള്ളാഹുവാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി 16-ാം അധ്യായത്തിലെ 63-ാമത്തെ വാക്യം നോക്കൂ. ഇവിടെ പറയുന്നത് മനുഷ്യന്മാർക്ക് ദുഷ്പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നതും ദുഷ്പ്രവൃത്തികൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതും പിശാച് അതെല്ലാം അലങ്കാരമായി തോന്നിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് ആരാണ്? പിശാചാണ്. നേരത്തെ പറഞ്ഞത് അള്ളാഹു ആണെന്നാണ്, ഇവിടെ പറഞ്ഞത് പിശാചാണെന്ന്. കുറേ സ്ഥലത്ത് പിശാചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് അള്ളാഹു തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. തീർന്നില്ല. മനുഷ്യർ വഴിതെറ്റുന്നത് ആരുടെയും പ്രേരണ കൊണ്ടല്ല, മനുഷ്യൻ സ്വന്തം ഫ്രീ വില്ല് കൊണ്ടാണ്. മനുഷ്യൻ സ്വയം തിരഞ്ഞെടുത്ത് വഴിതെറ്റുകയാണ് എന്ന് ആരോപിക്കുന്ന വചനങ്ങളും ഖുർആനിലുണ്ട്. അപ്പോൾ മനുഷ്യൻ വഴിതെറ്റുന്നത് സ്വമേധയായാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് അള്ളാഹുവാണ്, മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് പിശാചാണ്. 3 ഉത്തരമായി. ഇനി 4-ാമത്തെ ഉത്തരം നോക്കൂ. 6-ാം അധ്യായത്തിലെ 137-ാം വാക്യത്തിൽ പറയുന്നത്, അതുപോലെ തന്നെ ബഹുദൈവവാദികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യരെ വഴിതെറ്റിച്ച് സ്വന്തം മക്കളെ പോലും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? മറ്റു ദൈവങ്ങളാണ്. ഈ മറ്റു ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്തിത്വമില്ലാത്ത, വെറും ഇമാജിനറി ആയിട്ടുള്ള ഇല്ലാത്ത സാധനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ദൈവങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കും, മനുഷ്യരെ കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കും എന്ന്. അപ്പോൾ മനുഷ്യരെ വഴിതെറ്റിച്ച് ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കുന്ന 4-ാമത്തെ ആളാരാണ്? മറ്റു ദൈവങ്ങൾ, അള്ളാഹു അല്ലാത്ത വ്യാജ ദൈവങ്ങൾ. അപ്പോൾ വ്യാജ ദൈവങ്ങൾക്ക് കഴിവുണ്ടോ? ഇല്ലാത്ത ദൈവങ്ങൾക്ക് കഴിവുണ്ടോ? ഉണ്ട്. മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ 4-ാമത്തെ ഉത്തരമായി. ഇനി ഞാൻ ചോദിക്കുന്നത്, മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് അള്ളാഹുവാണോ, പിശാചാണോ, മറ്റു ദൈവങ്ങളാണോ, അതോ മനുഷ്യർ സ്വയം വഴിതെറ്റുന്നതാണോ? ഇതിനെല്ലാം യെസ് 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 എന്ന ഉത്തരമാണ് ഖുർആനിലുള്ളത്. കാരണം ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല.